എന്റെ പ്രിയപ്പെട്ട 10ാം ക്ലാസ്സുകാരെ, നിങ്ങൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം ഫിസിക്സിന്റെ എക്സാം നാളെയാണ്. അപ്പൊ എല്ലാ പവറോടുകൂടി നമുക്ക് ആ എക്സാം കളർഫുൾ ആക്കണം. അതിനുവേണ്ടി A+ ഉറപ്പിക്കാൻ വേണ്ടി, നമുക്ക് ഫിസിക്സിനകത്ത് A+ ഉറപ്പിക്കാൻ വേണ്ടി ഒരു 7 ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ടാണ് ഞാൻ നിങ്ങൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഫിസിക്സ് ഈസി മെത്തേഡിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സമയം കളയാനില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി ജസ്റ്റ് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഫിസിക്സിന്റെ മുന്നോടിയായിട്ടുള്ള നമ്മുടെ ചാനലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് വീഡിയോകളും അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ വരുന്ന നമ്മുടെ പരീക്ഷ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രാർത്ഥന മാത്രം പോരാ, നമ്മള് ഹിന്ദിയുടെ എക്സാം കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം 19-ാം തീയതി വൈകുന്നേരം, 20-ാം തീയതി, അതോടൊപ്പം തന്നെ 21-ാം തീയതി അതിരാവിലെയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, 3 ടൈപ്പുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ലൈവ് പോലും മിസ്സാക്കാൻ പാടില്ല മക്കളെ. അപ്പൊ ഇനി എല്ലാവരും കൂടെ ശ്രദ്ധിച്ചു, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 7 ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ എല്ലാവരും ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കുകയാണ്. മാക്സിമം ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കുക. ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ഒരു ചോദ്യം, ചില കുട്ടികൾക്കൊക്കെ ഈ ചോദ്യം കാണുമ്പോഴേ ദേഷ്യമാണ് അല്ലെ. എന്താണ് ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്? ചോദ്യം എപ്പോഴും പരീക്ഷയ്ക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ടൊന്ന് വായിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ചിത്രം തന്നിട്ട് നമുക്ക് 3 ബൾബുകൾ തന്നിട്ടുണ്ട് അല്ലെ. അതിൽ ഒന്നാമത്തെ ബൾബിൽ നോക്കൂ, ബൾബിനകത്തുള്ള ഫിലമെന്റ്, ബൾബിന്റെ പ്രത്യേകത അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാല്, ഈ ബൾബിനകത്തുള്ള ഫിലമെന്റ് കണ്ടോ, ഈ ബൾബിനകത്തുള്ള ഫിലമെന്റ് ഇവിടെ ക്ലിയർ ആണ്. 2ാം ചിത്രത്തിൽ ആ ഫിലമെന്റ് പൊട്ടിപ്പോയി. പിന്നെ 3ാം ചിത്രത്തിൽ എന്തു, പൊട്ടിപ്പോയ ഫിലമെന്റ് വീണ്ടും കൂട്ടിച്ചേർത്തു. നിങ്ങൾ വീട്ടിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അയല് പോലെ, നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ പറയാ, ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. അതൊരു പൊട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ടൈറ്റ് ആക്കി കെട്ടിക്കാൻ, പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കെട്ടാൻ എത്തും ഇല്ല, ലെങ്ത് കുറയൂ അല്ലെ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. അപ്പൊ ചോദ്യം ഒന്ന് വായിക്കുക. ഇഫ് എ ബൾബ് എ ലിറ്റിൽ ആഫ്റ്റർ റീജോയിനിങ് ദ പാർട്ട് ഓഫ് ബ്രോക്കൺ ഫിലമെന്റ് അല്ലെ, ബ്രോക്ക് ചെയ്തിട്ടുള്ള ഫിലമെന്റ് എന്ത് ചെയ്യുന്നു, നമ്മളത് റീജോയിൻ ചെയ്യുന്നു. വാട്ട് ചേഞ്ച് വിൽ ഒക്കർ ഇൻ ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫ്രം ദ ലാമ്പ്. ഈ ലാമ്പിൽ നിന്ന് അങ്ങനെ റീജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ബൾബിന്റെ, ആ ലാമ്പിന്റെ ലൈറ്റിൽ എന്ത് മാറ്റാണ് വരുന്നത് നോക്കണം. അതോടൊപ്പം തന്നെ വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ പവർ ഓഫ് ദ ബൾബ്. ഈ ബൾബിന്റെ പവറിൽ എന്ത് മാറ്റം വരുന്നു. ചോദ്യം ശരിക്കൊന്ന് വായിക്കുക. എന്താണ്, ഒരു ബൾബിലെ പൊട്ടിയ ഫിലമെന്റിന്റെ ഭാഗങ്ങൾ വീണ്ടും കൂട്ടിച്ചേർത്ത് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു, പ്രകാശിപ്പിച്ചാൽ ബൾബിന്റെ പ്രകാശത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ബൾബിന്റെ പവറിന് എന്ത് മാറ്റം സംഭവിക്കുന്നു. ഇതാണ് നമ്മളെ ചോദ്യം. സിമ്പിൾ ആണ്, പക്ഷെ ചില കുട്ടികൾ എന്ത് ചെയ്യൂല, എഴുതൂല. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു ബൾബ് തോമസ് ആൽവൻ എഡിസൺ കണ്ടെത്തിയിട്ടുള്ള നമ്മൾ ഈ മനോഹരമായ ബൾബ്, ഈ ബൾബിനകത്ത് ഉപയോഗിക്കുന്ന ഫിലമെന്റ് ടങ്സ്റ്റൺ ഫിലമെന്റ്, അതിന്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫിലമെന്റ് എന്ത് ചെയ്യുന്നു, പൊട്ടിക്കഴിഞ്ഞാല് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാ, ഒരു കോയിൽ പോലെ അല്ലെ, പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ റീജോയിൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ ലെങ്ത് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ലെങ്ത് എന്ത് ചെയ്യുന്നു, നീളം എന്ത് ചെയ്യുന്നു, കുറയുന്നു. നമുക്ക് ഓൾറെഡി അറിയാം R ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ L, അതായത് പ്രതിരോധം എന്ന് പറഞ്ഞാൽ നേരനുപാതമാണ് L, ലെങ്ത്. നീളം കൂടിക്കഴിഞ്ഞാൽ പ്രതിരോധം കൂടും, നീളം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം കുറയും. അപ്പൊ ഈ ബൾബിന്റെ ഫിലമെന്റ് പൊട്ടിയ ശേഷം വീണ്ടും റീജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ലെങ്ത് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പൊ അവിടുത്തെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ലെങ്ത് കുറഞ്ഞപ്പോൾ എന്തും കുറഞ്ഞു, റെസിസ്റ്റൻസ്, പ്രതിരോധവും കുറഞ്ഞു. അങ്ങനെയെങ്കിൽ പ്രതിരോധം കുറയുമ്പോൾ അവിടുത്തെ കറണ്ട് എന്ത് ചെയ്യുന്നു, കൂടുന്നു ഓർത്തേക്കുക. കറണ്ട് എന്ത് ചെയ്യുന്നു, കൂടുന്നു ഓർത്തേക്കുക. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ബൾബിന്റെ ലൈറ്റ് കൂടൂലേ മക്കളെ. ഇനി അതോടൊപ്പം തന്നെ P = VI ആണ്. I കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പവർ കൂടൂലേ. ഇനി അതല്ലെങ്കിൽ P = I²R അല്ലെ. ഈ R കുറഞ്ഞാല് ഇവിടെ I കൂടുന്നുണ്ട്, അപ്പൊ പവർ കൂടൂലേ. ഇനി അതല്ലെങ്കിൽ P = V²R. ഏത് ഇക്വേഷൻ വെച്ച് വന്നാലും നമുക്ക് ഈ ആൻസർ സെയിം ആണെന്ന് കാണിക്കുകയാണ് ഞാൻ. അപ്പൊ ഇവിടെ P = V²R, R കുറഞ്ഞാൽ പവർ കൂടൂലേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, R കുറഞ്ഞാൽ പവർ കൂടുന്നു അല്ലെ. ഇനി കറണ്ട് കൂടുമ്പോഴും അവിടെ എന്ത് ചെയ്യുന്നു, പവർ കൂടുന്നു. ബൾബിന്റെ പ്രകാശ തീവ്രത എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പൊ നമ്മൾ ആൻസർ ഇങ്ങനെയാണ് വേണ്ടത്. എന്താണ് ആൻസർ? ദ ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് വിൽ ഇൻക്രീസ്. കണ്ടില്ലേ, ബൾബിന്റെ ലൈറ്റ് എന്ത് ചെയ്യുന്നു, കൂടി. വെൻ ദ ബ്രോക്കൺ പാർട്ട് ഈസ് attached, the length of the filament will be shorter. ചെറുതായി അല്ലേ. ഇറ്റ് reduce the resistance എന്ത് ചെയ്യുന്നു, കുറയുന്നു. ആൻഡ് increase the current അല്ലെ, കറണ്ട് എന്ത് ചെയ്യുന്നു, കൂടുന്നു. ബൈ increasing the brightness, ബൾബിന്റെ ലൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ദ പവർ ആൾസോ ഇൻക്രീസ്, പവറും എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ഈ രൂപത്തിൽ ആൻസർ ചെയ്യണം മക്കളെ. അപ്പൊ ബൾബിന്റെ പ്രകാശം വർദ്ധിക്കും, പൊട്ടിയ ഭാഗം
പ്രതിരോധകം ചേർത്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫിലമെന്റ് നീളം കുറഞ്ഞിരിക്കും. ഈ പ്രതിരോധം കുറയുകയും കറണ്ട് വർദ്ധിപ്പിച്ച് പ്രകാശം വർദ്ധിക്കുകയും ചെയ്യുന്നു. കൂടാതെ പവറും വർദ്ധിക്കുന്നു. അപ്പൊ പവർ കൂടുന്നത് ഏതൊക്കെ ഇക്വേഷൻ വന്നാൽ ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് P is equal to I square R, P is equal to VI, P is equal to V square by R. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ആൻസർ പറയാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. A+ ലെവലിലെ ചോദ്യങ്ങളാണ് ചിലപ്പോൾ ഈ രീതിയിലൊക്കെ ചിലപ്പോൾ ചോദ്യം വരിക. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മൾ രണ്ടാമത്തെ ചോദ്യം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ്. ചിലപ്പോൾ ഈ രീതിയിലും ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഈ രീതിയിലുള്ള ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ശ്രദ്ധിക്കൂല. അങ്ങനെ ശ്രദ്ധിക്കാതെ പോവരുത്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നോക്കുക, ഒരു ഉപകരണം പ്രവർത്തിക്കുന്ന വോൾട്ടത അതിന്റെ പവറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായ? അതായത് ഏത് ഉപകരണമാവാം, ആ ഉപകരണത്തിന്റെ വോൾട്ടത അതിന്റെ പവറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ചോദ്യം, ആണല്ലേ? ഹൗ ഡസ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ദ ഡിവൈസ് ഓപ്പറേറ്റ് അഫക്ട് ഇറ്റ്സ് പവർ? അതിന്റെ പവറിനെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എന്നുള്ളൊരു ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ചോദ്യം വരുന്നത്. ഇവിടെ ബൾബ് എന്തുവാണെങ്കിലും ഇവിടെ ഒന്നും കുഴപ്പമില്ല. രണ്ടാമത്തെ ചോദ്യം, ഒരു ഉപകരണത്തിന്റെ പ്രവർത്തന വോൾട്ടേജിൽ മാറ്റം വരുത്താതെ, വോൾട്ടേജിൽ മാറ്റം വരുത്താതെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ പവറിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? അപ്പൊ പ്രത്യേക സ്ഥിതിക്ക് എന്താണ്? വാട്ട് ചേഞ്ച് ഹാപ്പൻ ടു പവർ ഓൺ ഇൻക്രീസിങ് ദ റെസിസ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് വോൾട്ടേജ് ഓഫ് എ ഡിവൈസ് ആണ്. അപ്പൊ പ്രത്യേക സ്ഥിതിക്ക് അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളും ശരിക്കും മനസ്സിലാക്കണം. അതായത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. അതായത് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ക്ലിയർ ശ്രദ്ധിക്കുക, എന്താണ്? ഒരു ഉപകരണത്തിന് പ്രവർത്തിക്കുന്ന വോൾട്ടത അതിന്റെ പവറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? P is equal to VI, അല്ലേ? ഇനി അടുത്തത് P is equal to V square by R. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ, വോൾട്ടേജും പവറും വരുന്ന രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ഒരു ഉപകരണത്തിൽ പ്രവർത്തിക്കുന്ന വോൾട്ടത അതിന്റെ പവറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു? വോൾട്ടേജ് കൂടിയാൽ പവർ കൂടുന്നു. മനസ്സിലായോ? മക്കൾ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇവിടെ വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ, ഇവിടെ വോൾട്ടേജ് കൂടിയാൽ എന്താ സംഭവിക്കുക? പവറും കൂടും. ഇനി ഈ ചിത്രത്തിൽ നോക്കിക്കോളൂ, ഇവിടെ വോൾട്ടേജ് കൂടിയാൽ ഈ ഇക്വേഷൻ നോക്കൂ, P is equal to V square by R. വോൾട്ടേജ് കൂടിയാൽ എന്ത് സംഭവിക്കും? പവർ കൂടുന്നു. അപ്പൊ ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ആസ് ദ വോൾട്ടേജ് ഇൻക്രീസ്, പവർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ്. വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ പവർ കൂടുന്നു എന്ന് ഓർത്തേക്ക. വോൾട്ടേജ് കൂടിയാൽ എന്ത് കൂടുന്നു? പവർ കൂടുന്നു. ഇനി കറണ്ട് കൂടിയാലും പവർ കൂടും. പക്ഷെ നമ്മളെ ചോദ്യം ഇവിടെ വോൾട്ടതയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് വന്നിട്ടില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം. അതൊക്കെ നിസ്സാരമായ കാര്യം, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കില്ല, അതുകൊണ്ടാണ്. ഇനി അടുത്ത് നോക്കിക്കോളും, ഒരു ഉപകരണത്തിന്റെ പ്രവർത്തന വോൾട്ടതയിൽ മാറ്റമില്ല, വോൾട്ടേജിൽ മാറ്റമില്ല. അപ്പൊ P is equal to, നമുക്ക് കളർ ഒന്ന് മാറ്റി പിടിക്കാം അല്ലെ? P is equal to V square by R. ഞാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം നോക്കിക്കോളൂ, എന്താണ്? ഒരു ഉപകരണത്തിന്റെ പ്രവർത്തന വോൾട്ടതയിൽ മാറ്റമില്ല വരുത്താതെ പ്രതിരോധം വർദ്ധിപ്പിച്ചാൽ പവർ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. താഴെയാണ് P is equal to V square by R. ഇതാണ് നമ്മൾ ഇക്വേഷൻ. P is equal to എന്താണ്? V square by R. അവിടെ വോൾട്ടേജിൽ മാറ്റമില്ല, പകരം ഈ റെസിസ്റ്റൻസ് പ്രതിരോധം ഇങ്ങനെ കൂട്ടുന്നു. നമുക്കറിയാം, താഴത്തുള്ള ഡിനോമിനേറ്റർ ആയിട്ടുള്ള പ്രതിരോധം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ടോട്ടൽ ആൻസർ കുറയും. അതായത് പവർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. പവർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു നിർത്തേക്കാം. ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവില്ലേ? ഒന്നുമില്ലടാ, അതങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ്? അതായത് നമ്മൾ ഇക്വേഷൻ P is equal to V square by R. താഴത്തെ സംഖ്യ, താഴത്തെ റെസിസ്റ്റൻസ് കൂടി, വോൾട്ടേജിൽ മാറ്റല്ല. താഴത്തെ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? പവർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. റെസിസ്റ്റൻസ് ഇങ്ങനെ കൂടുകയാണ്, അപ്പൊ ഇവിടെ പവർ എന്ത് ചെയ്യും? കുറയും. താഴെയുള്ള സംഖ്യ വലിയ സംഖ്യ വന്നാലേ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ചെറിയ സംഖ്യയിലേ കിട്ടുള്ളൂ. അപ്പൊ പവർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ. അപ്പൊ ഈ രീതിയിൽ ചോദ്യം വന്ന് നിങ്ങൾ ആൻസർ തെറ്റിക്കണം. അപ്പൊ ആദ്യ ചോദ്യം എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പവർ കൂടുന്നു, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ പവർ കൂടുന്നു. രണ്ടാമത്തെ ചോദ്യത്തിൽ എന്തായിരുന്നു? P is equal to V square by R. വോൾട്ടേജ് നോ ചേഞ്ച് ആണ്, പകരം R എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അങ്ങനെ കഴിഞ്ഞാൽ പവർ എന്ത് ചെയ്യുന്നു? കുറയുന്നു, പവർ ഡിക്രീസ്. അപ്പൊ ഈ ഒരു കാര്യമാണ്. അപ്പൊ ആ ബൾബിന്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഈ രീതിയിലും ചോദ്യങ്ങൾ വരാം. അവിടെ ബൾബ് പ്രകാശിക്കുന്ന കാര്യം കൊടുത്തിരുന്നു. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഉപകരണം തന്നിട്ട് അതിന്റെ വോൾട്ടേജിൽ മാറ്റം വരുത്താതെ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ പവറിൽ എന്ത് വരുന്നു? ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ നിങ്ങൾ ആരും തെറ്റിക്കാൻ പാടില്ല. അപ്പൊ ഇതും റെഡി ആക്കണം, സെറ്റ് ആക്കണം. ഇനി അടുത്തത് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ചോദ്യം മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ
മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവർക്കും അറിയാം 2 കോയിലുകൾ വന്നാൽ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്ന് അറിയാം. ഇനി AC-യിലാണോ DC-യിലാണോ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് സ്വിച്ച് ഓൺ ദ സർക്യൂട്ട് വാട്ട് യു ഒബ്സർവ് എന്ന് പറയുമ്പോൾ ആൻസർ ഒറ്റയടിക്കടെ എഴുതി വെക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, അത് AC-യിലാണോ DC-യിലാണോ ശ്രദ്ധിക്കണം. ഒരു കോയിൽ തന്നു, ആ കോയിലിൽ AC ആണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും. മ്യൂച്വൽ ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ കറക്റ്റ് AC-യിലാണ് വർക്ക് ചെയ്യുന്നത്. DC-യിലാകുമ്പോൾ അത് കറക്റ്റ് അങ്ങനെ അതിന്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് അങ്ങനെ കിട്ടിക്കൊള്ളുന്നില്ല. അതിന് വേറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ചിത്രത്തിനെ ബേസ് ചെയ്ത് 2-3 ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഓരോ ചോദ്യങ്ങളും പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ പരീക്ഷയ്ക്ക് തെറ്റിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുവാണെങ്കിൽ ചിത്രത്തിൽ സ്വിച്ച് ഓൺ ആക്കി ഇടുമ്പോൾ ഏതെല്ലാം ബൾബുകൾ പ്രകാശിക്കും? കണ്ടല്ലോ, നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തരത്തിലൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ നേരിട്ടുണ്ടായിരിക്കില്ല. സാധാരണ രീതിയിൽ എപ്പോഴും ഇത് എവിടെയാണോ കറണ്ട് കൊടുക്കുന്നത്, എവിടെയാണോ സെല്ല് കൊടുക്കുന്നത്, അതാണ് പ്രൈമറി. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. എവിടെയാണോ ബൾബൊക്കെ കണക്ട് ചെയ്യുക, അതാണ് സെക്കൻഡറി എന്ന് പറയാം. അപ്പൊ ഈ ഒരു ചിത്രത്തിനകത്ത് ഇവിടെ നോക്കുക, പ്രൈമറിയിലും നമുക്കൊരു ബൾബ് തന്നിട്ടുണ്ട്, സെക്കൻഡറിയിലും നമുക്ക് ബൾബ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓർത്തു വെക്കണം മക്കൾ, ഇത് DC ആണെന്ന് ഓർത്തു വെക്കാം. ഏതാണ്? ഒരു ബാറ്ററി സെല്ലിന്റെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഓർത്ത് വെക്കുക എന്താ, അത് DC ആണ്. DC ആണെങ്കിൽ മക്കളെ ഓർത്തു വെക്കണം എന്താണ്, ഇവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ, ഇവിടെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ പ്രൈമറിയിലൂടെ കറണ്ട് പാസ് ചെയ്യും. പ്രൈമറിയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു കൺഫ്യൂഷനും വേണ്ട. ഒന്നാമത്തെ ബൾബ് നല്ല ഉഷാറായിട്ട് പ്രകാശിക്കും. ഇനി രണ്ടാമത്തെ ബൾബിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം വരിക. ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്താൽ ഇതിന്റെ ചുറ്റുഭാഗത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. പക്ഷെ ആ മാഗ്നറ്റിക് ഫീൽഡ് DC ആയതുകൊണ്ട്, ബാറ്ററിയിലായതുകൊണ്ട് നമുക്ക് അതിന്റെ ഗ്രാഫ് അറിയാം. യാതൊരു ഡീവിയേഷനും ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, എപ്പോഴും റെസ്റ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് സെക്കൻഡറി കോയിൽ കട്ട് ചെയ്യോ? ഇല്ല. അതുകൊണ്ട് ബൾബ് തുടർച്ചയായിട്ട് പ്രകാശിക്കോ? ഇല്ല. പക്ഷെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഒറ്റ തവണ ബൾബ് എന്ത് ചെയ്യുന്നു, പ്രകാശിക്കുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ചിത്രത്തിലെ സ്വിച്ച് ഓൺ ആക്കി ഇടുമ്പോൾ ഏതെല്ലാം ബൾബുകൾ പ്രകാശിക്കും? വിച്ച് ബൾബ് ഗ്ലോ വെൻ ദ സ്വിച്ച് ഓൺ കെപ്റ്റ് ഇൻ ഓൺ പൊസിഷൻ? ഓൺ പൊസിഷനിൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം ബൾബുകൾ പ്രകാശിക്കുന്നു എന്ന് ചോദിച്ചാല് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിക്കുന്ന ബൾബ് ഏതാണ്? ഈ B1 എന്ന ബൾബാണ്. B2 എന്ന ബൾബ് എന്ത് ചെയ്യുന്നു, സ്വിച്ച് ഓൺ ആക്കുന്ന ആ ഒരു ടൈമില്, ആ ഒരു സ്പോട്ടിൽ മാത്രം ഒറ്റ തവണ ചിലപ്പോൾ ബ്ലിങ്ക് ചെയ്യും. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, B1 എന്നുള്ള ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിക്കുന്നു എന്ന് ഓർത്തേക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ, സാറേ ഈ ചോദ്യം തെറ്റല്ലേ, ഇപ്പുറത്തല്ലേ ശരിക്കും ബൾബ് കണക്ട് ചെയ്യണ്ടേ, ഇവിടെ എന്താ ഒരു ബൾബ് കണക്ട് ചെയ്തെന്ന് വന്ന അത് തെറ്റല്ല. ഓർത്തേക്ക്, ഇവിടെ എന്താണ്, ഓൾറെഡി ഈ സർക്യൂട്ടുകളുടെ കറണ്ട് എല്ലാ സമയത്തും പാസ് ചെയ്യും. അതുകൊണ്ട് ഈ ബൾബ് എന്തെയും പ്രകാശിക്കും. പക്ഷെ ഇപ്പുറത്തെ ബൾബ് പ്രകാശിക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. ഇപ്പുറത്തെ ബൾബ് എന്താണ്, സെക്കൻഡറി കോയിലാണ്. സെക്കൻഡറി കോയിൽ ബൾബ് എപ്പോഴും പ്രകാശിച്ചോളണമെന്നില്ല. അതായത് DC ആണെങ്കിൽ സ്വിച്ച് ഓൺ ആക്കുന്ന ടൈമിൽ മാത്രമേ ഒറ്റ തവണ പ്രകാശിക്കൂ. അപ്പൊ ഇങ്ങനെ ചോദ്യം വന്നാൽ ഇനി തെറ്റിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിക്കുന്നത് B1 എന്നുള്ള. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്, ചോദ്യത്തിൽ മാറ്റം വരുത്താണ്. ഇനി എന്താണ് ചോദ്യം, പ്രൈമറിയിൽ DC-ക്ക് പകരം AC ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ആണല്ലേ, when DC is replaced by AC, what do you observe? ചിലപ്പോൾ അങ്ങനെ ചോദ്യം വരാം. What change do you observe the bulb if replaced DC in the primary with AC എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ DC-ക്ക് പകരം നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നു, AC കണക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ചിത്രത്തിൽ AC ആക്കി മാറ്റി. AC ആക്കി മാറ്റിയാൽ എന്താ സംഭവിക്കുക മക്കളെ, നോക്കിക്കോളി. ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്താൽ സ്പോട്ടിൽ ഓർത്തു വയ്ക്കുക, ഒന്നാമത്തെ ബൾബ് പ്രകാശിച്ചു. കാരണം ആ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യണം. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത സ്വാഭാവികമായിട്ട് ഈ ബൾബ് പ്രകാശിക്കൂലേ, അതിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇനി രണ്ടാമത്തെ ബൾബ് പ്രകാശിക്കൂ എന്നുള്ളതാണ് നമുക്ക് കൺഫ്യൂഷൻ. ശ്രദ്ധിച്ചോളി, AC ആണെങ്കിൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്താൽ ഇതിന്റെ ചുറ്റുഭാഗത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നു, ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ആ കാന്തിക മണ്ഡലം AC-യുടെ ഗ്രാഫ് ഇങ്ങനെയല്ലേ, എല്ലാ സമയത്തും ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡറി കോയിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുന്നു ഓർത്തേക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ചെറിയ EMF-കൾ, കറണ്ടുകൾ ഉണ്ടാകുന്നു. ആ EMF സെക്കൻഡറിയിലൂടെ വന്നിട്ട് നമ്മളെ B2 എന്നുള്ള ബൾബിന് കിട്ടുന്നു. അങ്ങനെ B2 എന്നുള്ള ബൾബും എന്ത് ചെയ്യുന്നു, തുടർച്ചയായി പ്രകാശിക്കുന്നു. അപ്പൊ ഈ ചിത്രത്തിനകത്ത് 2
ബൾബുകളും എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിക്കുന്നു എന്ന് ഓർത്തേക്കുക. ഈ ചിത്രത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു? 2 ബൾബുകൾ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിക്കുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. മക്കളെ ശ്രദ്ധിച്ചോളി. അപ്പൊ ആദ്യത്തെ ചിത്രത്തിൽ എന്ത് ചെയ്യുന്നു? DC ആണെങ്കിൽ ഇത് മാത്രമേ പ്രകാശിക്കുന്നുള്ളൂ. രണ്ടാമത്തെ ചിത്രത്തിൽ DC മാറ്റി AC കണക്ട് ചെയ്തപ്പോ 2 ബൾബും പ്രകാശിച്ചു അല്ലെ? സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ 2 ബൾബ് എന്ത് ചെയ്യുന്നു? പ്രകാശിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് മൂന്നാമത്തെ ഒരു ചോദ്യം നോക്കുക. എന്താണ്? AC DC എന്നിവ നൽകിയപ്പോൾ B1ന്റെ പ്രകാശ തീവ്രതയിൽ എന്ത് മാറ്റം സംഭവിച്ചു? അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവിടെ നോക്കി 2 ബൾബുകളും പ്രകാശിക്കുന്നുണ്ട്. ഈ ബൾബും പ്രകാശിക്കുന്നുണ്ട്, ഈ ബൾബും പ്രകാശിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം എന്താ? ഇവിടുത്തെ ബൾബിന്റെ പ്രകാശ തീവ്രതയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം മക്കളെ, നോക്കിക്കോളൂ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? AC കണക്ട് ചെയ്യുന്നു. AC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഈ കോയിൽ മാത്രം എടുക്കുക കേട്ടോ. ഇതിലൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യും. ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നു. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഒറ്റ കോയിലായിട്ട് നിങ്ങൾ വെറുതെ സങ്കല്പിക്കാം. ഒന്ന് വെറുതെ എല്ലാവരും സങ്കല്പിച്ച് ഇതൊരു ഒറ്റ കോയിൽ. സെക്കൻഡറി കോയിൽ ഇപ്പൊ നിങ്ങൾ മൈൻഡ് തന്നെ ചെയ്യണ്ട. ഇവിടെ ബൾബ് എല്ലാം ഉഷാറായി പ്രകാശിക്കും. പക്ഷെ ഒന്നാമത്തെ ബൾബിന് എന്ത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം വരുമ്പോ അതിൽ എന്തോ ഒരു കുരുട്ടുബുദ്ധി ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഓർത്ത് വയ്ക്കുക എന്താണ്? 2 ബൾബ് ഒരേപോലെ പ്രകാശിക്കുന്നു എന്ന് പറയാൻ പാടില്ല. ഏറ്റവും കൂടുതൽ പ്രകാശിക്കുക ഇതാണ്. കാരണം അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. പക്ഷെ ഇവിടെ ഒറ്റ കോയിൽ, ഈ കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സെൽഫ് ഇൻഡക്ഷൻ നടക്കും. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് ആണ്. ഇവിടെ എന്ത് നടക്കും? ഒരു സെൽഫ് ഇൻഡക്ഷൻ നടക്കും. ഇവിടെ ഒരൊറ്റ കോയിൽ ആയതുകൊണ്ട് ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ നടക്കും. സെൽഫ് ഇൻഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ കറണ്ട് കൊടുക്കുന്ന എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ബാക്ക് EMF ഉണ്ടാകുന്നു. ബാക്ക് EMF ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രൈമറിയിലെ വോൾട്ടേജ് കുറയുന്നു. പ്രൈമറിയിലെ വോൾട്ടേജ് കുറയും. അതുകൊണ്ട് ബൾബിന്റെ ലൈറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ AC കൊടുത്തു കഴിഞ്ഞാൽ B1 എന്ന ബൾബിന്റെ ലൈറ്റ് കുറയുന്നു. പക്ഷെ B2 എന്ത് ചെയ്യും? നല്ല ഉഷാറായി പ്രകാശിക്കും. അപ്പൊ ഈ രീതിയിൽ ചോദ്യങ്ങൾ വന്നാൽ മക്കളെ ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയുള്ളത്. ഇത്ര ടൈറ്റുള്ള ചോദ്യങ്ങളൊക്കെ വരാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഈ ഒരു ചോദ്യം. അപ്പൊ ഇതിന് മ്യൂച്വൽ ഇൻഡക്ഷൻ എല്ലാവർക്കും അറിയാം. 2 കോയിൽ വന്നാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അപ്പൊ രണ്ടാമത്തെ ബൾബ് പ്രകാശിക്കോ പ്രകാശിക്കില്ല എന്നൊക്കെ ചോദ്യം വരും. പക്ഷെ ഫസ്റ്റ് കോയിൽ തന്നെ ഒന്നാമത്തെ കോയിലിന് ചിലപ്പോൾ ഒരു ബൾബ് കൊടുക്കും. അപ്പൊ അങ്ങനെ വന്നാൽ നിങ്ങൾ തെറ്റിക്കരുത്. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ കഴിഞ്ഞാൽ അടുത്ത നമ്മളെ ചോദ്യം സെൽഫ് ഇൻഡക്ഷൻ. ഒരൊറ്റ കോയിൽ മാത്രം വന്നാൽ അത് സെൽഫ് ഇൻഡക്ഷൻ ആണ്, നിങ്ങൾക്ക് അറിയാം. പക്ഷെ സെൽഫ് ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ട് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം. അപ്പൊ ചോദ്യം നോക്ക് എന്താണ്? കൺസ്ട്രക്ട് ദ സർക്യൂട്ട് ആസ് ഇൻ ഫിഗർ. ഒബ്സർവ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് വെൻ സ്വിച്ച് ഓൺ ദ സർക്യൂട്ട് അല്ലേ ടേൺഡ് ഓൺ. അതായത് ഒന്നുമില്ല, ചിത്രത്തിൽ കാണുന്ന പോലെ സർക്യൂട്ട് നിർമ്മിക്കുക. ഇതേപോലെ ഒരു സർക്യൂട്ട് നമ്മൾ വൈൻഡ് ചെയ്ത് നിർമ്മിച്ചു വിചാരിക്കുക. സ്വിച്ച് ഓൺ ചെയ്ത ബൾബിന്റെ പ്രകാശം നിരീക്ഷിക്കുക. ബൾബിന്റെ പ്രകാശം നിരീക്ഷിക്കുക. അതായത് ചോദ്യം ബൾബിന്റെ പ്രകാശം എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മൾ ചോദ്യം ഇവിടെ നോക്കാം. 6 വോൾട്ട് ബാറ്ററിക്ക് പകരം ആണല്ലേ, 6 വോൾട്ട് ബാറ്ററിക്ക് പകരം 6 വോൾട്ട് AC കൊടുത്താൽ ബൾബിന്റെ പ്രകാശ തീവ്രതയ്ക്ക് എന്ത് മാറ്റം സംഭവിക്കും? അപ്പൊ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു സെൽഫ് ഇൻഡക്ഷൻ ആണ്. ഒറ്റ കോയിൽ വന്നാൽ അത് സെൽഫ് ഇൻഡക്ഷൻ ആണ്, നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇനി അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ സ്വാഭാവികമായിട്ട് ബൾബ് എന്ത് ചെയ്യും? നല്ല ഉഷാർ. ഇപ്പൊ ഈ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ബൾബ് നല്ല ഉഷാറായിട്ട് പ്രകാശിക്കും. കാരണം എന്താണ്? ഇവിടെ ഏതാണ്? സെല്ലാണ്, ബാറ്ററി ആണ് കൊടുത്തത്. അങ്ങനെ ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ എന്ത് ചെയ്യും? സാധാ പോലെ കറണ്ട് അങ്ങനെ പാസ് ചെയ്യും. അപ്പൊ ബൾബ് നല്ലോണം പ്രകാശിക്കും. ആദ്യത്തെ ഈ ഒരു ചോദ്യത്തിൽ ബൾബിന്റെ ലൈറ്റിന് എന്ത് സംഭവിക്കുന്നത് വെച്ചാല് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? വളരെ കൂടുതലായിരിക്കും, കൂടുതലായിരിക്കും ഓർത്തിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യത്തിനകത്ത് ക്വസ്റ്റ്യൻ എന്താ കൊടുത്തില്ലേ? 6 വോൾട്ട് ബാറ്ററിക്ക് പകരം 6 വോൾട്ട് AC കൊടുക്കുന്നു. ഇവിടെ ബാറ്ററിക്ക് പകരം എന്ത് കൊടുക്കുന്നു? 6 വോൾട്ട് AC കൊടുക്കുന്നു. AC കൊടുക്കുമ്പോഴാണ് സെൽഫ് ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷൻ ഒക്കെ വർക്ക് ചെയ്യുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും മക്കൾ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ 2 കോയിലുണ്ടോ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ, ഒറ്റ കോയിലാണോ അത് സെൽഫ് ഇൻഡക്ഷൻ, 2 AC ആണോ DC ആണോ ആദ്യം ചെക്ക് ചെയ്യണം. അപ്പൊ ഈ ചിത്രത്തിൽ നോക്കുക, ആദ്യം നിങ്ങൾക്ക് DC ബാറ്ററിയാണ് തന്നത്. അപ്പൊ ബൾബ് നല്ല ഉഷാറായി പ്രകാശിച്ചു. ഇനി ഈ 6 വോൾട്ട് ബാറ്ററിക്ക് പകരം AC കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കാം? ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്ത് അതിന്റെ ചുറ്റുഭാഗത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. കാന്തിക മണ്ഡലം രൂപപ്പെടും. ഈ കാന്തിക മണ്ഡലത്തിനെ ഇതേ കമ്പിച്ചുരുള് ഇതേ സോളിനോട് തന്നെ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കറണ്ട് എങ്ങോട്ടാണ്? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് ഉണ്ടാവും. അതിനെയാണ് നിങ്ങൾ എന്ത് പഠിച്ചിട്ടുള്ളത്? ബാക്ക് EMF എന്ന് പഠിച്ചില്ലേ? എന്താ പഠിച്ചില്ലേ?
ബാക്ക് ഇ എം എഫ്. അപ്പൊ ഈ എ സി കൊടുത്താൽ സെൽഫ് ഇൻഡക്ഷൻ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. എ സി കൊടുത്താൽ അപ്പൊ അവിടെ ഒരു ബാക്ക് ഇ എം എഫ് ഉണ്ടെന്ന് ഓർത്തേക്ക്. എന്താണ് ഓർത്തേക്കേണ്ടത്? എ സി കൊടുത്താൽ അപ്പൊ അവിടെ എന്തുണ്ടാവും? ഒരു ബാക്ക് ഇ എം എഫ് ഉണ്ടാവും. അങ്ങനെ ബാക്ക് ഇ എം എഫ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? ടോട്ടൽ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആര് കാരണം? ബാക്ക് ഇ എം എഫ് കാരണം. അപ്പൊ ബൾബിന്റെ ലൈറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ബൾബിന്റെ പ്രകാശം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ബൾബിന്റെ പ്രകാശം എന്ത് ചെയ്യുന്നു? കുറയുന്നു. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അത്രേ ഉള്ളൂ. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ബാറ്ററി ആണോ? ബൾബ് നല്ല ഉഷാറായി പ്രകാശിക്കും. ബാറ്ററി മാറ്റിയിട്ട് എ സി കറണ്ട് കൊടുത്താലോ ബൾബിന്റെ പ്രകാശ തീവ്രത കുറയും. കാരണം എന്താണ്? ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഡിക്രീസ് ചെയ്യാൻ കാരണം എന്താണ്? ബൾബിന്റെ പ്രകാശ തീവ്രത കുറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ ഒറ്റ വേർഡ് എന്താണ്? ബാക്ക് ഇ എം എഫ്, ബാക്ക് ഇ എം എഫ്, ബാക്ക്. ആ ഒരു കാര്യങ്ങൾ ഓർത്തേക്കുക. ഇനി അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഫോം ചെയ്യുന്നു, അത് കട്ട് ചെയ്യുന്നു, അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. സെൽഫ് ഇൻഡക്ഷൻ ആണോ? ബാക്ക് ഇ എം എഫ് ഓർത്തേക്കുക. ബാക്ക് ഇ എം എഫ് ഉണ്ടോ? വോൾട്ടേജ് കുറയും. വോൾട്ടേജ് കുറഞ്ഞാൽ ബൾബിന്റെ ലൈറ്റ് കുറയും. അതാണ് നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എന്താണ്? 6 വോൾട്ട് ബാറ്ററിക്ക് പകരം 6 വോൾട്ട് എ സി കൊടുത്തപ്പോൾ കാന്തിക ഫ്ലക്സിന് എന്ത് മാറ്റം ഉണ്ടായി? കണ്ടില്ല? അടുത്ത ചോദ്യം ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സിന് എന്ത് മാറ്റം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഞാനിവിടെ 6 വോൾട്ട് ഡി സിക്ക് പകരം 6 വോൾട്ട് എ സി കണക്ട് ചെയ്തു. എ സി കണക്ട് ചെയ്താൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്താൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യും. അത് എല്ലാവർക്കും അറിയാം. ഈ മാഗ്നറ്റിക് ഫീൽഡ് എ സി ആയതുകൊണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ നോർത്ത് ആണെങ്കിൽ ഇവിടെ സൗത്ത് ആയി മാറും. പിന്നെ അടുത്ത് ഇവിടെ നോർത്ത് ആവും, ഇവിടെ സൗത്ത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കുക. നമുക്കറിയാം ഒരു സോളിനോയിഡിലൂടെ കറണ്ട് കൊടുത്താൽ അതൊരു കാന്തമായിട്ട് മാറും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ഇവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് സംഭവിക്കുന്നു? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. കാന്തിക മണ്ഡലം തുടർച്ചയായി എന്ത് ചെയ്യുന്നു? മാറ്റം വരുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? വ്യതിയാനം സംഭവിക്കുന്നു എന്നൊക്കെ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ മക്കളെ? അങ്ങനെയെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത ചോദ്യം എന്താ നോക്കാം. ഇവിടെ പ്രേരണം ചെയ്യുന്ന ഇ എം എഫിന് പറയുന്ന പേര് അതാണ് നമ്മൾ നേരത്തെ സെൽഫ് ഇൻഡക്ഷൻ കേട്ടാൽ അവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് ഏതാണ്? ബാക്ക് ഇ എം എഫ്. ഏതായിരിക്കും? ബാക്ക് ഇ എം എഫ് ആണ്. എന്തായിരിക്കണം? ബാക്ക് ഇ എം എഫ് എന്ന് ഓർത്തേക്കുക. അപ്പൊ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഡി സിക്ക് വരെ എ സി കൊടുത്ത അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് ഏതാന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, അത് ഏതാണ്? അത് ബാക്ക് ഇ എം എഫ് എന്ന് ഓർത്തേക്കുക. അങ്ങനെയെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ബൾബിന്റെ പ്രകാശ തീവ്രത കുറയ്ക്കാൻ കാരണമായ പ്രതിഭാസം ഏത്? അപ്പൊ ഒരു കൺഫ്യൂഷൻ വേണ്ട, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയാ. എന്താ പറയാ? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയാം. എന്ത് പറയുന്നു? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നു. എന്ത് പറയുന്നു? സെൽഫ് ഇൻഡക്ഷൻ. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. പക്ഷേ എങ്കിലും അതിനകത്തൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ A+ലേക്ക് നയിക്കുന്നത്. അത് എല്ലാവർക്കും ഒരു എ ഗ്രേഡ് കിട്ടാൻ ഈസിയാണ്. പക്ഷെ അങ്ങോട്ട് മേലേക്ക് പോകാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഒരു 4-5 ക്വസ്റ്റ്യൻ നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഈ രൂപത്തിൽ വന്നാൽ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം, ഇതിന് ഞാൻ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു. പക്ഷെ എങ്കിലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. ചാലകത്തിന്റെ ചലനദിശ കണ്ടെത്തുക എന്നുള്ളതാണ്. കറണ്ട് പാസ് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഇനി എപ്പോഴും തന്നിരിക്കുന്ന ഇത്തരത്തിൽ മുകൾ ഭാഗത്ത് സാധാരണ നോർത്തും താഴെ എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും വരിക. മുകളിൽ നോർത്ത് അല്ലെങ്കിൽ സൗത്ത് അങ്ങനെ വരും. അപ്പൊ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുക, മുകളിൽ നോർത്ത് താഴെ സൗത്ത്. ചില സമയത്ത് അത് തിരിച്ചു വരും. അപ്പൊ എങ്ങനെയെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നോക്കിക്കോളൂ, ഇതിന്റെ കോഡ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ? ഒന്ന് പറഞ്ഞ കേക്കട്ടെ അല്ലേ? NSനെ എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? NSനെ അബി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ട് പോകുന്നത്. അപ്പൊ അഭിച്ചേട്ടൻ. അപ്പൊ NSനെ അബി എന്ത് ചെയ്തു? ഉള്ളിലേക്ക് വിളിച്ചു. അതായത് ഈ ഒരു കണ്ടക്ടർ എപ്പോഴും എങ്ങോട്ടായിരിക്കും? ഇൻവേർഡ്, ഉള്ളിലേക്കായിരിക്കും ചലിക്കുക. ഇങ്ങനെ ഞാനൊരു കോഡ് ഞാൻ കേൾക്കും. NSനെ അബി ഉള്ളിലേക്ക് വിളിച്ചു അല്ലേ? അപ്പം എപ്പോഴും മുകളിലും നോർത്ത് ആയിരിക്കും, താഴെ സൗത്ത് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇത് പുറത്തേക്കാണ് ചലിക്കുക. ശ്രദ്ധിക്കണം. ഇവിടെ നോക്കുക, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. ഇവിടെ കണ്ടെത്തുന്ന ശരിക്കും ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാണ്. ഇതൊരു വർക്ക് ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടോറിന്റെ പ്രവർത്തനം, വൈദ്യുത മോട്ടോറിന്റെ പ്രവർത്തനത്വമാണ്. അതൊക്കെ ഇതിനകത്ത് ചോദ്യം വരാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും നോർത്ത് മുകളിലും താഴെ സൗത്ത് ആയിരിക്കും. എയിൽ നിന്ന് ബിയിലേക്കാവും കറണ്ട് പാസ് ചെയ്യാം. അപ്പൊ ഇതില് ഇവിടെ നോർത്തിന് പകരം ഇവിടെ സൗത്ത് കൊടുത്താൽ എന്തായിരിക്കും വരിക?
ഇത് പുറത്തേക്കാവും ചലിക്കുക. അല്ലെങ്കിൽ കറണ്ട് ബിയിൽ നിന്ന് എയിലേക്കാണ് പോകുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? അത് പുറത്തേക്ക് ചലിക്കും. ഈ ഒരു ഐഡിയ, അപ്പോൾ ഒറ്റ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിക്കുക. അപ്പൊ ഇനി അടുത്ത ചോദ്യം എങ്ങനെ നോക്കാം? പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യം കണ്ടില്ലേ, ഞാൻ പറഞ്ഞു ഇവിടെ മുകൾ ഭാഗത്ത് സൗത്ത് വന്നു, താഴെ ഭാഗത്ത് നോർത്ത് വന്നു. അപ്പൊ അത് മാറി. അപ്പൊ അത് എന്ത് ചെയ്യണം? പുറത്തേക്ക് ചലിക്കണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കറണ്ട് കൂടി എന്ത് ചെയ്തു? നേരത്തെ എയിൽ നിന്ന് ബിയിലേക്കായിരുന്നു, ഇപ്പൊ കറണ്ട് എന്താ പാസ് ചെയ്തത്? ബിയിൽ നിന്ന് എയിലേക്ക്. അപ്പോഴും രണ്ടും മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അപ്പോഴും ഇത് ഉള്ളിലേക്ക് തന്നെ പി ഡയറക്ഷനിലേക്കാണ് പോയത്. ചില കുട്ടിയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതാ നോക്കിക്കോളൂ, ഇവിടെ നോക്കാം, മുകളിൽ നോർത്തും താഴെ സൗത്തും അല്ലേ? കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങോട്ടല്ലേ പോകുന്നത് അല്ലേ? അതുകൊണ്ട് ഇത് ഉള്ളിലേക്കാണ് വരുന്നത്. ഇനി ഏതെങ്കിലും ഒന്നേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഒന്നില്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലത്തിന്റെ നോർത്തും സൗത്തും ചേഞ്ച് ചെയ്യണം. രണ്ടും ചേഞ്ച് ചെയ്യുന്നത് എന്താ സംഭവിക്കുക? ഇതന്നെ ആയില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ അതാ ചിത്രം. നോക്കൂ, കറണ്ട് പാസ് ചെയ്യുന്നത് എവിടുന്നാണ്? ദാ ഇങ്ങോട്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ മാറി. നേരത്തെ ചിത്രത്തിൽ മുകളിൽ നോർത്തും താഴെ സൗത്ത് ആയിരുന്നു, അപ്പൊ അതും മാറി. അപ്പൊ ഇവിടെ വീണ്ടും അത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ഉള്ളിലേക്ക് തന്നെയാണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യം, അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം ഉൾപ്പെടുത്തിയത്. എന്താണ്? സ്വിച്ച് ഓൺ ചെയ്താൽ എ ബി എന്ന ചാലകം ചലിക്കുന്ന ദിശ പി ദിശയിൽ അല്ലെങ്കിൽ ക്യൂ ദിശയിൽ. കണ്ടല്ലോ, അപ്പൊ പി ദിശയിലാണ്. ഏത് ദിശയിലാണ്? പി ദിശയിൽ. ഇനി ഇത് കണ്ടെത്താൻ സഹായിച്ച നിയമം അല്ലെ, എന്താണ്? നെയിം ദ റൂൾ ഹെൽപ്ഡ് ദ ഫൈൻഡ് ദ ഡയറക്ഷൻ. അപ്പൊ ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇടത് കൈ നിയമം. എപ്പോഴും എന്താണ്? ഇടത് കൈ നിയമം ഓർത്തിരിക്കും. ഇനി ചാലകത്തിന്റെ ചലനദിശ വിപരീതമാക്കാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ചാലകത്തിന്റെ ചലനദിശ മാറ്റാൻ 2 മാർഗം. ഒന്ന് കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുക, മറ്റൊന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, കാന്തിക മണ്ഡലത്തിന്റെ ദിശ ചേഞ്ച് ചെയ്യുക. അപ്പൊ ഇതുകൂടി ജസ്റ്റ് ഓർത്ത് വെക്കണം മക്കളെ, ഇമ്പോർട്ടന്റ്. ഇനി അടുത്ത് നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത പല കുട്ടികളും എനിക്ക് എന്ത് ചെയ്തു, ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണത്. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഈ ചിത്രത്തിനെ ബേസ് ചെയ്ത് നമുക്കൊരു 4 ടൈപ്പ് ചോദ്യങ്ങൾ വരാം. ഇവിടെ നോക്കിക്കോളും, ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു കണ്ടക്ടർ, ഒരു ചാലകം തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനൊരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തു. ഈ കണ്ടക്ടറിനെ നമ്മൾ മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ, ഈ ചാലകത്തിനെ നമ്മൾ മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ കറണ്ടിന്റെ ദിശ എങ്ങോട്ടായിരിക്കും? അതാണ് ചോദ്യം വരിക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മക്കളെ, ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ആണ് തന്നിട്ടുള്ളത്. എന്താ തന്നിട്ടുള്ളത്? ഗാൽവനോമീറ്ററോ ബൾബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നു. ഒരു ഗാൽവനോമീറ്റർ ആണ് തന്നെന്ന് വിചാരിക്കാം. ഇതിനെ ചലിപ്പിച്ചിട്ട് കറണ്ട് ഉണ്ടാക്കുകയാണ് അല്ലെ, ഇതിനെ മൂവ് ചെയ്തിട്ട് കറണ്ട് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഒരു ജനറേറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ. ഈ ഒരു കണ്ടക്ടർ, ഇതിനുള്ള നിറയെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പൊ ഇതിനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഓരോ മാഗ്നറ്റിക് ഫ്ലക്സിനെയും ആ കണ്ടക്ടർ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്യും. അപ്പോൾ ഒരു EMF ഉണ്ടാവും. ആ EMF ഇതിലൂടെ പാസ് ചെയ്യും. അങ്ങനെ ഗാൽവനോമീറ്ററിലെ സൂചി എന്തിനും ഡിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. ഒരു ചാലകത്തെ, ഞാൻ ഒന്നുകൂടി പറയുന്നു, ഒരു കണ്ടക്ടർ ഒരു ചാലകത്തെ ചലിപ്പിച്ചിട്ട് അവിടെ കറണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. അതാണ് ഒരു ജനറേറ്റർ. 2 ഫീൽഡ് മാഗ്നറ്റിന്റെ ഇടയിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാണ്, ആർമേച്ചർ മൂവ് ചെയ്യാണ്, ആർമേച്ചർ ചലിക്കുകയാണ്. അപ്പൊ അവിടെ കറണ്ട് ഉണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചിത്രം തന്നു കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം എന്നതാണ്, ചാലകത്തിന്റെ ചലനദിശ കണ്ടെത്തുക. അതിന് നമുക്ക് എന്തുപയോഗിക്കാം? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലത് കൈ നിയമം ഉപയോഗിക്കാം. കണ്ട, തമ്പാണ് ചാലകത്തിന്റെ ചലനദിശ, അതുകൊണ്ട് ഇത് മുകളിലേക്ക് ചലിക്കുന്നു. കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്, അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ദാ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ഇവിടെ എ ബി എന്ന് കൊടുത്തു, അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക് അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക്, ഇങ്ങനെയൊക്കെ വരും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ചൂണ്ടുവരൽ. അപ്പൊ റൈറ്റ് ഹാൻഡ് റൂൾ ആണ് ഇവിടെ ഉപയോഗിക്കുന്ന ഓർത്തേക്കാം. രണ്ടാമത്തെ ഇതിൽ പ്രയോജനപ്പെടുത്തുന്ന നിയമം ഏതാണ്? ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏതാണ്? വലതുകൈ അല്ലെ, ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ, വലതുകൈ പെരുവിരൽ നിയമം, വലതുകൈ പെരുവിരൽ ഓർത്തേക്കാം. ഇതിന്റെ പ്രവർത്തന തത്വം, ഇവിടെ എന്താ സംഭവിക്കുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്തിട്ട് കറണ്ട് ഉണ്ടാവും. അപ്പൊ ഇതിന്റെ പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേരിനെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. എന്തായിരിക്കണം? വൈദ്യുത കാന്തിക പ്രേരണം. ഇനി ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം, ജനറേറ്റർ. എന്താ പറയാ? ജനറേറ്റർ. അപ്പൊ ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് മക്കൾ എത്ര ചോദ്യം വന്നു? 4 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പൊ ഓർത്തു വയ്ക്കുക, ഇത് ചലിപ്പിച്ചിട്ട് കറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇത് ഈ ഒരു കണ്ടക്ടറിനെ ചലിപ്പിച്ചിട്ട് കറണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഓർത്തേക്ക് അത് റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. ഓർത്തേക്ക്. അപ്പൊ ഈ ഒരു ചിത്രം കണ്ടപ്പോ ഇനി ഇതിന്റെ വേറൊരു വേർഷൻ ഞാൻ കാണിച്ചു തരാണ്. അതാ നോക്കിപ്പോയി. ഈ ചിത്രത്തിന്റെ ഒരു പ്രത്യേകത, ഇവിടെ ഗാൽവനോമീറ്റർ തന്നിട്ടില്ല. പകരം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്ത് അറിയോ? ഇതിന്റെ 2 എൻഡും ഒരു സെല്ലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തു.
ഇവിടെ എന്താ മനസ്സിലാക്കണ്ടേ മക്കൾ? ഈ ചിത്രത്തിൽ നോക്കി എന്താ മനസ്സിലാക്കണ്ടേ? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ ഓൾറെഡി നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വരച്ചിട്ട് ഇവിടെ പ്ലസ് കൊടുത്തത്, ഇവിടെ പ്ലസ് കൊടുത്ത് ഇവിടെ നെഗറ്റീവ് കൊടുത്ത്. അപ്പൊ കറണ്ട് പാസ് ചെയ്താ ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. കറണ്ട് പാസ് ചെയ്യുന്നു. ഇവിടെ കറണ്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. കറണ്ട് കൊടുത്തിട്ട് ഇത് പാസ് ചെയ്ത ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് കണ്ടെത്താൻ പറയും. നേരത്തെ ചിത്രത്തിൽ എങ്ങനെയായിരുന്നു? ചലിപ്പിച്ചിട്ട് കണ്ടക്ടർ ചാലകത്തിനെ ചലിപ്പിച്ചതിന് ശേഷം അവിടെ കറണ്ട് ഉണ്ടാവുന്നു. ഈ ചിത്രത്തിൽ എന്താ വന്നിട്ടുള്ളത്? കറണ്ട് കൊടുത്തിട്ട് ഇതിനെ ചലിപ്പിക്കുകയാണ്. അപ്പൊ അത് ഏതായിട്ട് മാറുന്നു? ഇത് ഇലക്ട്രിക് മോട്ടോർ ആയിട്ട് മാറുന്നു. എന്താണ്? ഇലക്ട്രിക് മോട്ടോർ. കറണ്ട് കൊടുത്തിട്ട് അപ്പൊ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്തു. അപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. അത് വേറൊരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണ്. അപ്പൊ ഇത് മുകളിലേക്കാണോ താഴത്തേക്കാണോ മൂവ് ചെയ്യാന്നുള്ളത് നമുക്ക് കണ്ടെത്താം. അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ ഏത് ഉപയോഗിക്കണം? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കണം. ഇവിടെ ഏതോ ഉപയോഗിക്കേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുക. ഫ്ലെമിങ്ങിന്റെ ഇടത് കൈ നിയമമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഒന്നുകൂടി പറയുന്നത് എന്താണ്? കറണ്ട് കൊടുത്തിട്ടാണ് ഈ ഒരു കണ്ടക്ടർ, കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ എങ്ങോട്ട് ചലിക്കുന്നു വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. പക്ഷെ നേരത്തെ ചിത്രത്തിൽ എന്തായിരുന്നു? ഇതിനെ ചലിപ്പിച്ചിട്ട് കറണ്ട് ഉണ്ടാക്കുകയാണ്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. നോക്ക്, കറണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ് സെൻട്രൽ ഫിംഗർ. കറണ്ടിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോവുക. അപ്പൊ തമ്പ് മുകളിലേക്ക്. അപ്പൊ ഇത് എങ്ങോട്ടാണ് ചലിക്കുക? മുകളിലേക്ക്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതേ ചോദ്യം വരിക. ചാലകത്തിന്റെ ചലനദിശ എങ്ങോട്ടായിരിക്കും? അപ്വേർഡ് അല്ലെ? മുകളിലേക്ക്, മുകളിലേക്ക്. ഇനി ഇതിൽ പ്രയോജനപ്പെടുത്തുന്ന നിയമം ലോ ദ അപ്ലൈഡ് ദിസ് ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഫ്ലെമിംഗ് ഇടത് കൈ നിയമം. ഏതാ ഉപയോഗിക്കുന്നത്? ഇടത് കൈ നിയമമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ പ്രവർത്തന തത്വം, ഇത് ഇലക്ട്രിക് മോട്ടോറാണ് അല്ലെ? വൈദ്യുത മോട്ടോറാണ്. വൈദ്യുത മോട്ടോറാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം എന്ന് ചോദിച്ചാൽ ഏതാണ്? മോട്ടോർ അല്ലെങ്കിൽ ഫാന്, മിക്സി, ഗ്രൈൻഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. അപ്പൊ മക്കളെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. കറണ്ട് കൊടുത്തിട്ടാണ് ചലിപ്പിക്കുന്നതെങ്കിൽ അത് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഒരു കണ്ടക്ടറിനെ ചലിപ്പിച്ചിട്ട് കറണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് റൈറ്റ് ഹാൻഡ് റൂൾ. ഈ ഒരു ഐഡിയ നിങ്ങളെ മനസ്സിലുണ്ടാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഏറ്റവും അവസാനത്ത് നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു വർഷം പ്രതീക്ഷിക്കാം. എന്താണ്? ഓട്ടക് അല്ലെ? അതായത് ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ്സ്. ഇതിന്റെ ഫുൾ ഫോം ഒന്ന് ഓർത്തേക്കും. വെള്ളത്തില് ഇപ്പൊ സമുദ്രജലം ഏറ്റവും കൂടുതൽ നിൽക്കുകയാണ് അല്ലെ? അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ഇവാപ്പറേഷന്റെ ഒരു ബോക്സ് അല്ലെ? ഇനി ഇവിടെ ഒരു ടർബൈൻ ഉണ്ട്. ഇവിടെ നമുക്ക് കറണ്ട് കിട്ടുന്നു. ഇവിടെ വീണ്ടും ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്ര ഉള്ളു? എന്താണ്? എല്ലാ സമയത്തും സൂര്യപ്രകാശം ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മുകൾ ഭാഗത്ത് നല്ല ഹൈ ടെമ്പറേച്ചർ, നല്ല ചൂടായിരിക്കും. ഓർത്തേക്കുക, ഏകദേശം ഒരു 20 കെൽവിൻ ചൂട് വരെ ഏറ്റവും മുകളിലുണ്ടായിരിക്കും. ഇനി ഒരു 2 കിലോമീറ്റർ ആഴത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു 2 കിലോമീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇവിടുത്തെ തമ്മിലുള്ള ടെമ്പറേച്ചറിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ 20 കെൽവിൻ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതായത് ഏറ്റവും താഴെ ഭാഗത്ത് നല്ല തണുത്ത വെള്ളവും മുകൾ ഭാഗത്ത് എന്തായിരിക്കും? ചൂടുള്ള വെള്ളവും. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഏകദേശം എത്ര വരും? 20 കെൽവിൻ. ഒരു 20 കെൽവിൻ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ ഓട്ടക് എന്ന് പറഞ്ഞ ഓഷ്യൻ തെർമൽ എനർജി പവർ പ്ലാന്റ്, ഒരു കൺവേർഷൻ പ്ലാന്റ്. ഇവിടെ നോക്കിക്കോളൂ. അപ്പൊ എന്താണ്? അപ്പൊ താഴെ ഭാഗത്ത്, അപ്പൊ ഇവിടെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അമോണിയാണ്. ഏതാ ഉപയോഗിക്കുന്നത്? അമോണിയ. അമോണിയ നമ്മൾ ഇതിനകത്ത് വെച്ച് വിചാരിക്കുക. അമോണിയ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാല് വെള്ളം ചൂടായി കഴിഞ്ഞാല് ഇപ്പൊ 26 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടായി വിചാരിക്കുക. അപ്പൊ അമോണിയ പെട്ടെന്ന് ബാഷ്പീകരിക്കും, ഇവാപറേറ്റ് ചെയ്യും. അത് ഇതിലൂടെ, ആ ഇവാപറേഷൻ ഇതിലൂടെ വന്ന് ടർബൈനിൽ ചെന്നിടിക്കും. ടർബൈനിൽ ഇടിച്ചു കഴിഞ്ഞാൽ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ റൊട്ടേറ്റ് ചെയ്താൽ അവിടെ കറണ്ട് കിട്ടും. ഇടിക്കുന്നോട് കൂടി ആ ബാഷ്പം എന്ത് ചെയ്യുന്നു? പ്രഷർ കിട്ടുക. പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും എന്ത് ചെയ്യുന്നു? ലിക്വിഡ് ആയിട്ട് മാറും. അങ്ങനെ ചൂടുള്ള അമോണിയ വീണ്ടും ഇവിടെ എത്തിച്ചേരും. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇതിലൂടെ പമ്പ് ഉപയോഗിച്ച് ഇതിലൂടെ എന്ത് ചെയ്യുന്നു? തണുത്ത വെള്ളം ഇങ്ങനെ പാസ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഈ വെള്ളം, തണുത്ത വെള്ളം ഇതിന്റെ പുറം ഭാഗത്തൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചൂടായിട്ടുള്ള ആ ഒരു അമോണിയം ബാഷ്പം വീണ്ടും വെള്ളമായിട്ട്, തണുത്ത അമോണിയം ലിക്വിഡ് ആയിട്ട് മാറുന്നു. വെള്ളമല്ല, അമോണിയം ലിക്വിഡ് ആയിട്ട് മാറുന്നു. ആ ലിക്വിഡ് ഇതിലൂടെ പമ്പ് ഉപയോഗിച്ച് വീണ്ടും ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? പമ്പ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അമോണിയ വീണ്ടും എന്ത് ചെയ്യുന്നു? ബാഷ്പമായി മാറുന്നു, ഇവാപറേറ്റ് ചെയ്യുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വേപ്പർ എന്ത് ചെയ്യുന്നു? നല്ല പ്രഷറോട് കൂടി ഇവിടെ വന്ന് ഇടിക്കുന്നു. അപ്പൊ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു, കറണ്ട് ഉണ്ടാവുന്നു. വീണ്ടും അവിടെ ചൂടുള്ള അമോണിയ ഇവിടെ എത്തുന്നു. അതിന് വീണ്ടും ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? തണുത്ത വെള്ളം ഉപയോഗിച്ച്
അതിനെ കൂളാക്കുന്നു, അങ്ങനെ വീണ്ടും ഇത് പമ്പ് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കാലങ്ങളോളം ഉപയോഗിക്കാം. അപ്പോൾ സൂര്യപ്രകാശം ഉപയോഗിക്കുന്ന ഒരു ഏരിയ, ചിലപ്പോൾ ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യം വന്നാലേ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ, ഇവിടെ ഉപയോഗിക്കുന്ന ആ ഒരു ലിക്വിഡ് ഏതെന്ന് ചോദിച്ചാൽ അമോണിയാണ് നിർത്തിയേക്കുക. അമോണിയാണ് വോളറ്റൈൽ ഗ്യാസ് ആണ്, അത് പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ ബാഷ്പീകരിക്കും, ഇവാപ്പറേറ്റ് ചെയ്യും. ആ ഇവാപ്പറേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ നമുക്ക് കുറേ കാലത്തോളം ഉപയോഗിക്കാം. ഇങ്ങനെ അമോണിയയുടെ ഒരു ചെറിയ ഭാഗം വരുന്ന ഓടെക്, ഓഷ്യൻ തെർമൽ കൺവേർഷൻ പവർ പ്ലാന്റ്, ഇതുകൂടി ഓർത്ത് വയ്ക്കാം മക്കളെ. നമുക്കിനി ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ലൈവുകളിലാണ് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇപ്പം നമ്മളൊരു 7 ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു 7 ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, പക്ഷെ ഇനിയും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലൈവ് ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മക്കളെ, നിങ്ങൾ ഒരു കാരണവശാലും ലൈവ് ക്ലാസ് മിസ് ചെയ്യരുത്. 3 ലൈവ് ക്ലാസ്സിലും വ്യത്യസ്ത ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ലൈവ് ക്ലാസ് മിസ് ചെയ്യരുത് മക്കളെ. ഞാൻ ഒന്നുകൂടി ഓർപ്പിച്ച് പറയണം, കാരണം ഫിസിക്സിന്റെ എക്സാം ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കണം. അതിന് നിങ്ങൾക്ക് ആകെ ഒരൊറ്റ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈവ് ക്ലാസ് കാണുക, കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദിയുടെ എക്സാം കഴിഞ്ഞാൽ വൈകുന്നേര സമയത്ത് എല്ലാവരും ഓടി വരിക, നമുക്ക് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കണം. 19-ാം തീയതി 20-ഉം 21-ാം തീയതി രാവിലെ വരെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യും, അതൊക്കെ നിങ്ങൾ കേട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ ഹാളിലേക്ക് പോകണം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, നമ്മളെ ചാനലുകളിൽ ടോട്ടൽ ഇക്വേഷൻ അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടൽ ഇമേജുകൾ എങ്ങനെ വരയ്ക്കാമെന്നുള്ള ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു തവണ കാണണം. അതൊക്കെ ഒരു ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് ഒരൊറ്റ തവണ കാണുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് മക്കളെ. അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷ നമുക്ക് അടിപൊളിയാക്കണം ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വീണ്ടും സന്ധിക്കും പറയും വണക്കം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.